ഒരു അഴകാർന്ന കാട്ടിൽ രണ്ട് മാവുമരങ്ങൾ അടുത്തടുത്തായി ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ രണ്ട് മാവുമരങ്ങളും കുറെ നാളുകളായി വളരെ കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം ആ കാട്ടില് കരമേഘങ്ങളൊക്കെ കൂടി വളരെയധികം മഴ പെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് രണ്ട് മാവുമരവും വളരെയധികം സന്തോഷിച്ചു. ചങ്ങാതി നോക്കൂ, ഓ എന്തൊരു മഴയാ! നമ്മുടെ വേരുകളൊക്കെ നല്ല കുളിർമയായിട്ടുണ്ട്. അതെ അതെ, നീ പറഞ്ഞത് ശരി തന്നെയാ. ഈ മഴക്കാലം കഴിഞ്ഞു വരുന്ന വസന്തകാലത്ത് നമ്മൾക്ക് പൂക്കാൻ തുടങ്ങുമെന്ന് തോന്നുന്നു. ഹായ്, ഈ കാര്യം കേൾക്കുമ്പോ തന്നെ വളരെ സന്തോഷം തോന്നുന്നു. നമ്മൾ പൂക്കൾ പൂത്തിട്ടാല് പിന്നെ പഴങ്ങളൊക്കെ പിടിക്കാൻ തുടങ്ങും. ശേഷം നമ്മളെ തേടി 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 നിറയെ പറവകൾ വരും. അങ്ങനെ രണ്ട് കൂട്ടുകാരും സംസാരിച്ചുകൊണ്ട് ആ മഴ സന്തോഷത്തോടെ രസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. കാട്ടിൽ വസന്തകാലം വന്നു. ആ രണ്ട് മരങ്ങളും ഒരേ സമയം നിറയെ പൂക്കള് പൂത്തിരുന്നു. ആ പൂക്കളുടെ ഭയങ്കരമായ മണം കാട് മുഴുവനും എത്തി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ ആ പൂക്കളൊക്കെ ഒരു അഴകാർന്ന മാമ്പഴങ്ങളായി മാറി. ആ രണ്ട് മരങ്ങളും പറവകൾ എപ്പം വരും എന്ന് വെച്ച് കാത്തു കാത്തു നിന്നു. ഒരു ദിവസം രാവിലെ ആ മാമ്പഴം കഴിക്കാൻ വേണ്ടി ഒരു ജോഡി കിളികൾ അവിടെ പറന്ന് പറന്ന് വന്നു. അതിനുശേഷം രണ്ട് കിളികളും ഓരോരോ മരങ്ങളിൽ കയറി മാമ്പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. അയ്യേ, ഈ മാമ്പഴം കഴിക്കാൻ ഒരു രസവുമില്ല, മുഴുവനും പുളിയും. ഈ മാമ്പഴം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഈ മാമരത്തിലെ മാമ്പഴം നല്ലതാ. നിങ്ങൾ ഇവിടെ വാ, ഇവിടെ കഴിക്കാം. അങ്ങനെ ആ രണ്ട് കിളികളും വളരെ സന്തോഷത്തോടെ ആ മാവുമരത്തിലിരുന്ന മാമ്പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. വയറു നിറയെ കഴിച്ച ആ ജോഡി കിളികൾ വളരെ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് പറന്നുപോയി. ആ കിളികൾ സംസാരിച്ചത് കേട്ട പുളിപ്പോണ മാമ്പഴം വളരെയധികം സങ്കടപ്പെട്ടു. അതേസമയം കൂടെ ഉണ്ടായിരുന്ന മാമ്പഴം വളരെയധികം സന്തോഷത്തോടെ ഇരുന്നു. ചങ്ങാതി കേട്ടോ, അവര് പറഞ്ഞത് എന്റെ പഴങ്ങൾ പുളിപ്പാണെന്നാവ കിളികൾ. ഏയ് പുളിമാവുമരമേ, ഇനി മുതൽ എനിക്കും നിനക്കും ഒരു ബന്ധവുമില്ല. നീ ഒരു പുളിപ്പാന മാവുമരമാണ്. എന്റെ സ്റ്റാറ്റസിന് നീ ഒരു ചങ്ങാതി എന്ന് പറയുന്നത് ശരിയല്ല. മധുരമുള്ള മാവുമരം അങ്ങനെ പറഞ്ഞപ്പോൾ പുളിപ്പ് മാമ്പഴത്തിന് വളരെയധികം സങ്കടം വന്നു. അങ്ങനെ ആ കാട്ടില് ഒരു കുഞ്ഞു കുരുവി ജീവിച്ചിരുന്നു. ആ കുരുവിയുടെ വീടിന്റെ മുകളില് വളരെ മോശമായ നിലയില് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്റെ വീട് എങ്ങനെയാ ശരിയാക്കാ? ഇത് ശരിയാക്കിയില്ലെങ്കിൽ മഴക്കാലം മുഴുവനും എന്റെ വീട്ടിൽ വെള്ളം വരും. അതും പറഞ്ഞ് മീനുകുരുവി മരക്കട്ടകൾ അന്വേഷിച്ച് പറന്നുപോയി. മാവുമരമേ, നിന്റെ കയ്യിലുള്ള മരക്കച്ചുകൾ എനിക്ക് തരാമോ? എന്റെ വീടിന്റെ മേൽക്കൂര ശരിയാക്കാൻ വേണ്ടിയാ. ഏയ് കുഞ്ഞിക്കുരുവി, നിനക്ക് എന്ത് ധൈര്യമുണ്ട് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ? ഞാൻ മാമ്പഴങ്ങളുടെ രാജ്ഞിയാണ്. എനിക്കൊന്നും നിനക്ക് തരാൻ പറ്റില്ല. ഈ കുഞ്ഞു കുരുവി, നീ എന്റെ അടുത്ത് വാ. എന്റെ കയ്യിലുള്ള ഈ പഴങ്ങളൊന്നും ആർക്കും വേണ്ട. എന്റെ മരക്കട്ടെങ്കിലും നിനക്ക് ഉപകാരപ്പെടട്ടെ. അതും പറഞ്ഞ് ആ പുളിപ്പായ മാവുമരം തന്റെ കയ്യിലുണ്ടായിരുന്ന മരക്കട്ടകളെല്ലാം മീനുകുരുവിക്ക് കൊടുത്തു. മീനുകുരുവി ആ മരക്കട്ടകളെല്ലാം എടുത്തിട്ട് പുളിപ്പായ മാവുമരത്തിനോട് താങ്ക് യു പറഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് പറന്നുപോയി. ആ മരം കൊടുത്ത മരക്കച്ചകളെല്ലാം കൊണ്ട് മീനുകുരുവി തന്റെ വീട്ടിന്റെ മേൽക്കൂര ശരിയാക്കി. ഇങ്ങനെ ആ പുളിപ്പായ മാവുമരം കാട്ടിലുള്ള മറ്റുള്ള പറവകൾക്കും തന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ആ അഹങ്കാരിയായ മാമ്പഴം ആർക്കും ഒരു ഉപകാരവും ചെയ്യാതെ വളരെ അഹങ്കാരിയായിരുന്നു. ഒരു ദിവസം ആ മാവുമരത്തെ പറ്റി കേട്ട റാണി എന്നുള്ളൊരു കാക്ക ആ മരത്തിന്റെ അടുത്തേക്ക് പറന്നു വന്നു. ആഹാ, നിന്നെ കാണാൻ എന്തു രസമാണ്. നിന്നെ പറ്റി കാട്ടിലുള്ള എല്ലാ പറവുകളും പറയുന്നുണ്ടല്ലോ. ഏയ് പറവേ, അതൊക്കെ എനിക്കറിയാം. നീ ഇപ്പൊ എന്തിനാ എന്റെ അടുത്ത് വന്നത്? ഞാന് എന്റെ അമ്മൂന്റെ കാട്ടിലേക്ക് പോവുകയാണ്. എന്റെ അമ്മയോട് നിന്നെ കുറിച്ച് പറഞ്ഞിട്ട് നിന്റെ മാമ്പഴം കൊടുത്ത് കൊഴക്കാന്ന് വിചാരിക്കുന്നു. നീ എനിക്ക് കുറച്ച് മാമ്പഴം തന്നാലേ ഞാൻ എന്റെ അമ്മാവിന്റെ കാട്ടിൽ പോയി കൊടുക്കാൻ പറ്റും. അതിനെന്താ കാക്കേ, എത്ര വേണമെങ്കിലും തരാം. എന്നെ പറ്റിയും എന്റെ ഈ ഭംഗിയെ പറ്റിയും നിന്റെ അമ്മയുടെ കാട്ടിലുള്ള എല്ലാവരോടും നീ പോയി പറ. അതും പറഞ്ഞ് അഹങ്കാരിയായ മാവുമരം ഒരു കുടം നിറയെ പഴയ റാണിക്കാക്കക്ക് കൊടുത്തു. അതും വാങ്ങി റാണിക്കാക്ക
വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും പറന്നുപോയി. ഒരു ദിവസം ആ കാട് വഴി ഒരു മന്ത്രപ്പറവ പറന്നു വന്നു. മാവുമരമേ, ഞാൻ നിനക്കൊരു വരം തരാൻ വന്നിട്ടുണ്ട്. നിനക്ക് എന്ത് വരം വേണമെങ്കിലും നീ ചോദിക്കേ, നീ കേൾക്കുന്നതൊക്കെ ഞാൻ തരാം. ആ മന്ത്രപ്പറവേ, നീ പറയുന്നത് സത്യമാ? ഞാൻ കേൾക്കുന്നത് നീ തരാമോ? അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെ. നിനക്ക് എന്ത് വരം വേണമെങ്കിലും നീ ചോദിച്ചോ. മന്ത്രപ്പറവേ, നീ എന്റെ കയ്യിലുള്ള മാമ്പഴങ്ങളെല്ലാം തങ്ക മാമ്പഴങ്ങളാക്കി മാറ്റ്. അപ്പോൾ എന്നെ കുറിച്ച് കാട് മുഴുവനും പുകഴ്ത്തി പറയും. തങ്ക മാമ്പഴം എല്ലാവർക്കും ഒരു അതിശയമായിട്ട് മാറും. അയ്യോ മാവുമരമേ, ഞാൻ പറയുന്ന കേൾക്ക്. നീക്ക് ഇതൊക്കെ മോശമായ ആഗ്രഹമാണ്. നിന്റെ ജീവൻ തന്നെ ഇതാപത്ത് വരും. ഏയ്, നീ മിണ്ടാതിരിക്കേ. ഈ കാട്ടിലുള്ള എല്ലാവരും എന്നെ പറ്റി സംസാരിക്കണം. ഈ ലോകത്തിലെ അത്ഭുതമരം ഞാനായി മാറണം. ശരി ശരി, നിനക്ക് ആ വരം ഞാൻ നിനക്ക് തരുന്നു. അതും പറഞ്ഞ് ആ മന്ത്രപ്പറവ എല്ലാ മാമ്പഴങ്ങളെയും തങ്ക മാമ്പഴങ്ങളാക്കി മാറ്റി. മാമ്പഴമേ, നിനക്കും ഞാൻ വരം തരാം. നിനക്ക് എന്ത് വരം വേണം പറ. മറ്റുള്ള പറവകളുടെയൊക്കെ വിശപ്പ് മാറ്റണം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. പക്ഷെ എന്റെ പഴത്തിന്റെ ടേസ്റ്റ് വളരെ പുളിപ്പാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ പഴത്തെ നല്ല മധുരമുള്ള മാമ്പഴങ്ങളാക്കി മാറ്റാമോ? തീർച്ചയായും, നീ ചോദിച്ച വരം ഞാനിതാ നിനക്ക് നൽകുന്നു. അതും പറഞ്ഞ് ആ മന്ത്രപ്പറവ തന്റെ മന്ത്രശക്തി കൊണ്ട് ആ മാമരത്തിലെ എല്ലാ മാമ്പഴങ്ങളും നല്ല മധുരമുള്ള മാമ്പഴങ്ങളാക്കി മാറ്റി. ആ 2 മാമ്പഴത്തിനും വരത്തെ കൊടുത്ത് മന്ത്രപ്പറവ അവിടെ നിന്നും പറന്നു പോയി. ഏയ് മാവുമരമേ, നിന്റെ പഴങ്ങളൊക്കെ മധുരമുള്ള മാമ്പഴങ്ങളായി മാറിയെന്ന് വിചാരിച്ച് നീ സന്തോഷിക്കണ്ട. നിന്നെക്കാളും ഉയർന്ന ആള് ഞാനാ. നോക്ക്, എന്റെ ഉള്ള തങ്ക മാമ്പഴമാണ്. തങ്ക മാമ്പഴം. മാമ്പഴമേ, നിന്റെ ആശ വളരെയധികം മോശമാണ്. ഇത് നിനക്ക് തന്നെ വിനിയാകും. അതേസമയം ഒരു ഉയർന്ന മരത്തിന് മുകളില് ഒരു വലിയ പരുന്ത് ഇരിക്കുകയായിരുന്നു. ആ പരുന്തിന്റെ കണ്ണുകള് ആ വലിയ തങ്ക മരത്തിലേക്ക് കണ്ടു. ഈ മാമരത്തിനുള്ളോ? അതും പറഞ്ഞ ആ പരുന്ത് ഒരു കമ്പും എടുത്ത് ആ മാവ് മരത്തിലിരുന്ന എല്ലാ മാവപ്പഴങ്ങളും പറിച്ച് താഴെക്കിട്ടു. ആ തങ്ക മാമ്പഴങ്ങളെല്ലാം ഒരു കൂട്ടയിലിട്ട് മാർക്കറ്റ് നോക്കി പറന്നുപോയി. ഒരു വലിയ തങ്ക വ്യാപാരി അത് കണ്ട് എല്ലാ മാമ്പഴങ്ങളും വാങ്ങി. ഇപ്പോൾ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നന്ദി പറയുന്ന സമയമാണ്. ഹായ് മുഹമ്മദ്.